മഞ്ഞ് വീഴ്ച പോലെ നിശബ്ദമായ ഒരു രാത്രി. ചെറുകുടിലിൽ നിറഞ്ഞ കണ്ണുകളുമായി 5 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് ലക്ഷ്മി എന്ന യുവതി. ലക്ഷ്മിയുടെ ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നിരിക്കുകയാണ്. തൻ്റെ ലോകവും തൻ്റെ ശ്വാസവും തൻ്റെ ജീവൻ്റെ ജീവനുമായ ഭർത്താവ് നഷ്ടപ്പെട്ടു നിൽക്കുന്ന യുവതിയാണ് ലക്ഷ്മി. ഒറ്റ ശ്വാസത്തിൽ അവൾക്ക് എല്ലാം നഷ്ടമായി. ഇനി താൻ എന്തു ചെയ്യുമെന്ന ചോദ്യം അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ചെവികളിൽ ബന്ധുക്കളുടെ വാക്കുകൾ. ഇനി നീ എങ്ങനെ ജീവിക്കും? ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളൊന്നും പറയാതെ പൊട്ടിക്കരഞ്ഞു. അടുത്ത ദിവസം മുതൽ ലക്ഷ്മിയുടെ ജീവിതം യുദ്ധമായി. എങ്ങനെയെങ്കിലും തൻ്റെ മകനെ ഒരു കുറവും അറിയിക്കാതെ വളർത്തണമെന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ പ്രഭാതത്തിൽ തന്നെ ചായക്കടയിൽ പണി ചെയ്തു, മറ്റു വീടുകളിൽ വീട്ടുജോലി ചെയ്തു, അത് കഴിഞ്ഞു വരുന്ന സമയങ്ങളിൽ വയലുകളിൽ ജോലി ചെയ്തു. കഷ്ടപ്പെടുന്നതിൻ്റെ പരമാവധി അവൾ കഷ്ടപ്പെട്ട് തൻ്റെ മകനെ ഒരു കുറവും അറിയിക്കാതെ അവൾ വളർത്തി. അങ്ങനെ ലക്ഷ്മിയുടെ മകൻ അർജുനെ സ്കൂളിൽ ചേർത്തി. സ്കൂളിൽ അവൻ ഒന്നാമനാകുമ്പോൾ സന്തോഷം കൊണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറയും. തൻ്റെ മകനെ ഒരു ദിവസം പോലും ലക്ഷ്മി പട്ടിണിക്കിട്ടിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അർജുൻ മികച്ച വിജയം നേടി ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലെ പ്രശസ്ത കോളേജിലെ ഉപരിപഠനത്തിന് വേണ്ടി പോയി. അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചു പഠനം മുൻപോട്ട് കൊണ്ടുപോയി. നഗരത്തിലെ ജീവിതവും ആഡംബരവും എല്ലാം അവനെ ആകർഷിച്ചു തുടങ്ങി. പുതിയ സുഹൃത്തുക്കൾ എല്ലാം അവന് കിട്ടിത്തുടങ്ങി. ഇതേസമയം താൻ വരുന്ന തൻ്റെ ഗ്രാമവും അമ്മയും അവന് അപമാനമായി തുടങ്ങി. മറ്റു സുഹൃത്തുക്കൾ അവരുടെ അമ്മമാരെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ച് അവനൊന്നും സംസാരിക്കുകയില്ല. തൻ്റെ അമ്മ അവന് എപ്പോഴും ഒരു അപമാനമായി മാത്രം കണ്ടു. ആ ഗ്രാമത്തെയും അമ്മയെയും അവൻ സ്നേഹിക്കാതെയായി. അമ്മ ദിവസങ്ങളോളം അവനെ ഫോണിൽ വിളിക്കും. ആദ്യമൊക്കെ അവൻ ഫോണെടുത്ത് സംസാരിച്ചിരുന്നുവെങ്കിലും പിന്നീട് അമ്മയുടെ ഫോണും അവന് ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. എന്നാൽ ലക്ഷ്മി അമ്മയാകട്ടെ തൻ്റെ മകൻ വരുന്നത് നോക്കി കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ആ ഗ്രാമത്തിൽ. അവൻ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ വീട് വൃത്തിയാക്കി അവന് ഇഷ്ടമുള്ളതെല്ലാം ഒരുക്കി അർജുന് വേണ്ടി ലക്ഷ്മി അമ്മ കാത്തിരിക്കും. എന്നാൽ അർജുനാകട്ടെ ഇപ്പോൾ അമ്മയുടെ അടുത്തെത്തുമ്പോൾ പണ്ടത്തെ പോലെയുള്ള വർത്തമാനമോ കളിയോ ചിരിയോ ഒന്നുമില്ല. എപ്പോഴും ഫോണിൽ ചാറ്റിംഗ് മാത്രം. അമ്മയെ ഒന്ന് ശ്രദ്ധിക്കുവാനോ ഒന്നും അവന് നേരമില്ല. എപ്പോഴും ഫോണിൽ മാത്രം നോക്കിയിരിക്കുന്നു. അങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുന്ന അർജുനെ ഏറെ നേരം ലക്ഷ്മി അമ്മ ഒന്നും മിണ്ടാതെ നോക്കിയിരിക്കും. അർജുൻ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ പടിവാതിക്കൽ കണ്ണു നിറഞ്ഞ് നിറകണ്ണുകളോടെ മകൻ പോകുന്നത് നോക്കി മണിക്കൂറുകളോളം അവിടെ തന്നെ നിൽക്കും. ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം, അർജുൻ്റെ പഠനം കഴിഞ്ഞ് നാട്ടിൽ തന്നെ അവനൊരു ജോലി ശരിയാക്കി അവനെ അവൻ്റെ മുറപ്പെണ്ണായ മീരയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു. മീര നാട്ടിൻപുറത്ത് തന്നെ പഠിച്ചൊരു പെൺകുട്ടിയാണ്. എന്നാൽ അർജുൻ്റെ അത്ര വിദ്യാഭ്യാസം അവൾക്കുണ്ടായിരുന്നില്ല. മീരയ്ക്കും അർജുനും ജീവനാണ്. അങ്ങനെ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. നഗരത്തിലെ പഠനം കഴിഞ്ഞു അവൻ അമ്മയുടെ അരികിലേക്ക് വന്നു. അമ്മ ഏറെ പ്രതീക്ഷയോടെ തന്നെ മകന് ഇഷ്ടമുള്ളതെല്ലാം ഒരുക്കി കൊടുത്തു. ഭക്ഷണമെല്ലാം അവൻ കഴിച്ചു കഴിഞ്ഞു. അവൻ ഫോണിൽ നോക്കിയിരിക്കുന്നു. ഇതേ സമയത്ത് ലക്ഷ്മി അമ്മ തൻ്റെ മനസ്സിലെ ആഗ്രഹം അർജുനോട് പറഞ്ഞു. നിന്റെ പഠനമെല്ലാം കഴിഞ്ഞില്ലേ? ഇനി നീ നാട്ടിൽ തന്നെ ഒരു ജോലി ശരിയാക്ക്. അതുമാത്രമല്ല, നിന്റെ വിവാഹം എനിക്ക് കാണണം. നീ മീരയെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ താല്പര്യം. എൻ്റെ ആഗ്രഹവും അതാണ്. എന്നാൽ ലക്ഷ്മിയമ്മ അത് പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും അർജുൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ലക്ഷ്മി അമ്മയോട് ദേഷ്യത്തിൽ തന്നെ അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇത്രയും പഠിച്ച് എനിക്ക് മീരയെ പോലെയുള്ള ഒരു പെൺകുട്ടിയോ? അതുമാത്രമല്ല, ഞാനിനി ജോലി ചെയ്യുന്നത് നഗരത്തിലായിരിക്കും. ഈ ഗ്രാമവും ഗ്രാമവാസികളെയും ഒന്നും തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഇവിടം തന്നെ എനിക്ക് വെറുപ്പാണ്. ഇവിടെ നിന്നാൽ എൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകും. എന്നാൽ ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടും പതുക്കെ അവനോട് പറഞ്ഞു, മകനെ, മീര നല്ലൊരു കുട്ടിയാണ്. നിന്നെ നല്ലതുപോലെ അവൾ നോക്കും. പൊന്നുപോലെ നിന്നെ കൊണ്ടു നടക്കും. ഉടനടി അർജുൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു, നിങ്ങളൊക്കെ പഴയ ചിന്താഗതിയിൽ നടക്കുന്നവരാണ്. നിങ്ങളുടെ പോലെ എനിക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. എനിക്ക് അതിന് ഒരിക്കലും താല്പര്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ മുറിയിലേക്ക് പോയി. ലക്ഷ്മി അമ്മ എന്തു പറയണമെന്നറിയാതെ തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇരുന്ന് നിറകണ്ണുകളോടെ ഇരുന്നു. അന്ന് രാത്രി ലക്ഷ്മി അമ്മയ്ക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല.
തൻ്റെ മകൻ തന്നോട് ഇത്രയെ എതിർത്ത് പറഞ്ഞല്ലോ എന്ന് ഓർത്ത് ലക്ഷ്മിയമ്മ കരയുവാൻ തുടങ്ങി. ലക്ഷ്മിയമ്മ തൻ്റെ മകൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ആലോചിച്ചു. അന്ന് അവൻ എത്രയോ സ്നേഹമായിരുന്നു എന്നോട്, എന്നാൽ ഇപ്പോഴൊന്നും നോക്കുന്നത് പോലുമില്ല എന്നാലോചിച്ച് ലക്ഷ്മിയമ്മ അവിടെ തന്നെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തന്നെ ലക്ഷ്മിയമ്മോട് ഒരു വാക്ക് പോലും പറയാതെ അർജുൻ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാൽ തൻ്റെ മകൻ പോയ വിവരം അറിയാതെ ലക്ഷ്മിയമ്മ അവനെ അവിടെയെല്ലാം അന്വേഷിച്ച് നടന്നു. അവനെ ഫോണിൽ ബന്ധപ്പെടുവാൻ നോക്കി. എന്നാൽ അമ്മയുടെ ഫോൺ അവൻ അറ്റൻഡ് ചെയ്ത മൂലമില്ല. ലക്ഷ്മിയമ്മയ്ക്ക് വിഷമമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നഗരത്തിലെ തന്നെ ദിയ എന്ന് പറയുന്ന ഒരു മോഡേൺ യുവതിയെ അർജുൻ വിവാഹം കഴിച്ചു ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. ശേഷം അമ്മയുടെ ആ വീട്ടിലേക്ക് പോയി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ദിയയുമായി ഇഷ്ടത്തിലായിരുന്നു. ഞാനിവളെ വിവാഹം കഴിച്ചു. എന്നാൽ അർജുൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ലക്ഷ്മിയമ്മ ഞെട്ടലോടെ തന്നെ നിന്നു. ലക്ഷ്മിയമ്മയ്ക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിച്ചില്ല അത്. തൻ്റെ മകൻ്റെ കല്യാണം ലക്ഷ്മിയമ്മ എത്രയോ സ്വപ്നം കണ്ടു നടന്നതാണ്. ആ കല്യാണം പോലും ലക്ഷ്മിയമ്മയ്ക്ക് കാണുവാൻ സാധിച്ചില്ല എന്ന് ലക്ഷ്മിയമ്മ മനസ്സിലാക്കിയപ്പോൾ നിറഞ്ഞ കണ്ണുകളുമായി ഒരു വാക്കുപോലും പറയാതെ അവിടെ നിന്നു. അർജുൻ ദിയയെ വിളിച്ചുകൊണ്ട് ഒന്നും പറയാതെ തന്നെ അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ദിയയുടെ മനസ്സിൽ ഒരിക്കൽ പോലും ലക്ഷ്മിയമ്മയോട് ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. ദിയയുടെ മനസ്സിൽ അർജുനെ എങ്ങനെയെങ്കിലും ലക്ഷ്മിയമ്മയിൽ നിന്ന് അകറ്റി അർജുൻ ഗ്രാമത്തിൽ ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ അമ്മയിൽ നിന്ന് അവനെ അടർത്തി മാറ്റണം എന്ന ചിന്ത മാത്രമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് അർജുൻ്റെ ഒപ്പം ദിയ ഗ്രാമത്തിലേക്ക് വന്നത്. അവൾക്ക് നഗരത്തിൽ തന്നെ താമസിക്കുവാനാണ് താല്പര്യം. പക്ഷേ എങ്ങനെയെങ്കിലും അമ്മയെ അർജുനിൽ നിന്ന് മാറ്റണം. അവൻ ഒരിക്കൽ പോലും ഇനി ഗ്രാമത്തിൽ വരരുത് എന്ന ചിന്തയോട് മാത്രമാണ് അവൾ അമ്മയുടെ അടുത്തേക്ക് വന്നത്. എന്നാൽ തൻ്റെ മകന് വേണ്ടി ലക്ഷ്മിയമ്മ എല്ലാം ക്ഷമിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അർജുൻ നഗരത്തിലേക്ക് ജോലിക്ക് പോയി. എന്നാൽ ദിയ അമ്മയുടെ ഒപ്പം തന്നെ നിന്നു. അവളുടെ മനസ്സിൽ അമ്മയിൽ നിന്ന് എങ്ങനെയെങ്കിലും അർജുനെ അകറ്റി മാറ്റണം എന്ന് മാത്രമായിരുന്നു. ആ ഒരു ചിന്തയോടുകൂടി മാത്രമായിരുന്നു അവൾ അവിടെ നിന്നത്. ലക്ഷ്മിയമ്മ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വെച്ചു കൊടുത്തു. എന്നാൽ ഒരിക്കൽ പോലും ലക്ഷ്മിയമ്മയെ സ്നേഹിക്കുവാൻ ദിയയ്ക്ക് കഴിഞ്ഞില്ല. ദിയ എപ്പോഴും മൊബൈൽ റീൽസ് കണ്ടു ഫോണിൽ എപ്പോഴും കുത്തിയിരിക്കും. ലക്ഷ്മിയമ്മ എല്ലാ കാര്യങ്ങളും വീട്ടിലെ ജോലികളും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും. അവൾക്ക് വേണ്ടിയുള്ള ആഹാരം മറ്റും ഇഷ്ടത്തോടു കൂടി ലക്ഷ്മിയമ്മ വെച്ച് കൊടുക്കും. എന്നാൽ ദിയ ലക്ഷ്മിയമ്മ വെച്ച ഭക്ഷണമൊന്നും ചില സമയങ്ങളിൽ കഴിക്കുകയില്ല. അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം അവൾ ഓർഡർ ചെയ്ത് കഴിക്കും. ഇത് ലക്ഷ്മിയമ്മയെ ഏറെ സങ്കടത്തിലാക്കി. ഒരു വാക്ക് പോലും ലക്ഷ്മിയമ്മയോട് പറയുവാൻ അവൾ തയ്യാറായിരുന്നില്ല. അവളെപ്പോഴും ആ മുറിയിൽ തന്നെയായിരുന്നു. തൻ്റെ മരുമകൾ ഒരു വാക്കെങ്കിലും തന്നോട് സംസാരിക്കുമെന്ന പ്രതീക്ഷയോടെ ലക്ഷ്മിയമ്മ അവിടെ തന്നെ കഴിഞ്ഞു. അവൾ നഗരത്തിൽ വളർന്നതാണ്. ഇതൊക്കെ മാറുവാൻ കുറച്ച് സമയമെടുക്കുമെന്ന് ലക്ഷ്മിയമ്മ മനസ്സിൽ ആലോചിച്ചു. എന്നാൽ അർജുൻ രാത്രി ജോലി കഴിഞ്ഞ് ഗ്രാമത്തിലെ വീട്ടിലെത്തുമ്പോൾ ദിയ അവന് വേണ്ടി കാത്തിരിക്കും. സ്നേഹിക്കാനല്ല, പരാതി പറയുവാൻ, ലക്ഷ്മിയമ്മയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുവാൻ. ദിയ അർജുനോട് ലക്ഷ്മിയമ്മയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അർജുൻ്റെ ജീവിതം ദിയയുടെ നുണ കൊണ്ടും അമ്മയെ വെറുത്തു. ദിയയെ കൂടുതൽ വിശ്വസിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു സന്തോഷ വാർത്ത. ദിയ ഗർഭിണിയാണ്. ഇത് കേട്ടപ്പോൾ അർജുനെയും ലക്ഷ്മിയമ്മയ്ക്കും സന്തോഷമായി. ലക്ഷ്മിയമ്മ മനസ്സിൽ വിചാരിച്ചു, ഇനി എല്ലാം ശരിയാക്കും, എനിക്കൊരു പേരക്കുട്ടിയെ കിട്ടാൻ പോകുകയാണ്. ലക്ഷ്മിയമ്മ മനസ്സിൽ ഏറെ സന്തോഷിച്ചു. ഇത്രയും നാൾ ഞാൻ സഹിച്ച വിഷമമെല്ലാം ഇനി മാറും എന്ന് മനസ്സിൽ പ്രതീക്ഷിച്ചു. തൻ്റെ മകൻ്റെ ജീവിതം ഇനി നല്ലതുപോലെ മുന്നേറും എന്നും വിചാരിച്ചു. എന്നാൽ ദിയയ്ക്കാകട്ടെ ഒരിക്കൽ പോലും ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനോ ഗർഭം ധരിക്കുവാനോ ഒന്നും താല്പര്യമായി ഉണ്ടായിരുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും അർജുനിൽ നിന്ന് അമ്മയെ അകറ്റണം. അതുമാത്രമല്ല, അവൾക്ക് പ്രസവിക്കുവാൻ തന്നെ താല്പര്യവുമില്ല. അങ്ങനെ ഒരു ദിവസം അർജുൻ ജോലിക്ക് പോയ സമയത്ത് ലക്ഷ്മിയമ്മ പുറത്തായിരുന്നു. അതേസമയം അവൾ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന ചിന്തയോടുകൂടി തന്നെ ഭാരപ്പെട്ട ഒരു പാത്രം അവൾ എടുത്തിട്ട് മനഃപൂർവ്വം തന്നെ തറയിൽ വഴുക്കി വീഴുന്നു. ശേഷം അവൾ അലമുറയിട്ട് കരയുവാൻ തുടങ്ങി. ദിയയുടെ കരച്ചിൽ കേട്ട് ലക്ഷ്മിയമ്മ ഓടി വരുന്നു. തറയിൽ വീണ് കിടക്കുന്ന ദിയയെ കണ്ടപ്പോൾ ലക്ഷ്മിയമ്മ ഓടി വന്ന് ദിയയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു.
ദിയ വയറുവേദനയെടുത്ത് കരയുവാൻ തുടങ്ങി. ഒട്ടും താമസിക്കാതെ തന്നെ വയറ്റാട്ടി വന്നു. ഗർഭം അലസിപ്പോയെന്ന വിവരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദിയ മനസ്സിൽ സന്തോഷിച്ചു. എന്നാൽ ലക്ഷ്മി അമ്മയുടെ ഹൃദയം പൊട്ടുന്നത് പോലെ തന്നെ തോന്നി. താൻ എത്രയോ കൊതിച്ചിരുന്ന തൻ്റെ പേരക്കുട്ടി ഇനി തനിക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്ന് അറിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി. എന്ത് പറയണമെന്നറിയാതെ ലക്ഷ്മിയമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ വൈകുന്നേരം അർജുൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ദിയയുടെ അഭിനയം തുടങ്ങി. അവൾ കട്ടിൽമേൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു തുടങ്ങി. അർജുൻ വിവരം തിരക്കിയപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ദിയ പറഞ്ഞു, നിങ്ങളുടെ അമ്മ കാരണം നമ്മുടെ കുഞ്ഞു പോയി. എന്നെക്കൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിച്ചു. അമ്മയ്ക്ക് ഒരിക്കലെങ്കിലും നമ്മുടെ കുഞ്ഞിനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ എന്നിൽ നിന്ന് അകറ്റണം എന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിച്ചു. ഒടുവിൽ നമ്മുടെ കുഞ്ഞ് നഷ്ടമായി എന്ന് പറഞ്ഞ് ഉറക്കെ പൊട്ടിക്കരഞ്ഞ് അഭിനയിക്കുവാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ അർജുൻ അമ്മയോട് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു തുടിച്ചു. അവൻ ആ ദേഷ്യത്തിൽ നേരെ അമ്മയുടെ അരികിലേക്ക് പോയി. എന്നാൽ മറുത്തൊരു അക്ഷരം പോലും പറയാതെ ലക്ഷ്മിയമ്മ എന്തു പറയണം എങ്ങനെ പറയണമെന്നറിയാതെ പൊട്ടിക്കരയുവാൻ തുടങ്ങി. അർജുൻ ലക്ഷ്മിയമ്മയോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ കാരണം എൻ്റെ കുഞ്ഞു പോയി. നിങ്ങളൊരു അമ്മയാണോ എന്ന് ഉറക്കെ പറഞ്ഞു. ലക്ഷ്മിയമ്മ എതിർത്ത് പറയുവാൻ നോക്കി. എന്നാൽ ദിയ അതിനൊന്നും സമ്മതിച്ചില്ല. ദിയയും അർജുനും മാറി മാറി ലക്ഷ്മിയമ്മയെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയാതെ ലക്ഷ്മിയമ്മ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അർജുൻ ഒടുവിൽ അമ്മയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളി പുറത്താക്കി. നിങ്ങൾ ഇനി വീട്ടിൽ വേണ്ട എന്ന് ഉറക്കെ തന്നെ പറഞ്ഞു. പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരുന്നു. മഴയും കാറ്റുമെല്ലാം ഒരുമിച്ച് വീശി. അർജുൻ അമ്മയെ പുറത്താക്കി വാതിലടച്ചു. ദിയ ഇതെല്ലാം കണ്ട് മനസ്സിൽ ഏറെ സന്തോഷിച്ചു. ലക്ഷ്മിയമ്മ സങ്കടം കൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ലക്ഷ്മിയമ്മയെ ഒന്ന് അന്വേഷിക്കാൻ പോലും അർജുൻ തയ്യാറായില്ല. ദിയ അർജുൻ അവൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി എങ്ങനെയെങ്കിലും നഗരത്തിലേക്ക് പോകണം എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അങ്ങനെ അവൾ ഒരു ദിവസം ആ കാര്യം അർജുനോട് പറഞ്ഞു. നമുക്കിനി ഗ്രാമം ഉപേക്ഷിച്ച് നമ്മുടെ നഗരത്തിൽ തന്നെ പോകാം. നിനക്ക് അവിടെയാണല്ലോ ജോലി. നമുക്കിനി അവിടെ തന്നെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ദിയയുടെ ആ വാക്ക് കേട്ടപ്പോൾ അർജുനും അത് സമ്മതമായിരുന്നു. അർജുൻ ഉടനടി തന്നെ പറഞ്ഞു, ഞാൻ എന്തായാലും ഇന്ന് ജോലിക്ക് പോകട്ടെ. ഞാൻ ജോലിക്ക് പോയി വരുമ്പോഴേക്കും നീ യാത്രയായി നിൽക്ക്. പിന്നീട് നമുക്ക് നഗരത്തിലേക്ക് പോകാം. ഇനിയുള്ള ജീവിതം അവിടെ മതിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദിയയ്ക്കും സന്തോഷമായി. അവളുടെ മനസ്സിലെ എല്ലാ പദ്ധതിയും നടന്നു എന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ അവൾ നഗരത്തിലേക്ക് പോകുവാനുള്ള ബാഗും മറ്റും പാക്ക് ചെയ്യുവാൻ തുടങ്ങി. പക്ഷേ ദിയയുടെ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. സ്വന്തം അമ്മയെ ക്രൂരമായി ഉപേക്ഷിച്ച അതിനുള്ള ശിക്ഷ അർജുന് തന്നെ കിട്ടി. അർജുൻ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് അർജുൻ സംഭവിച്ചു. വാർത്ത കേട്ട് ദിയ ആശുപത്രിയിലേക്ക് ഓടിയെത്തി. ദിവസങ്ങൾക്ക് നീണ്ട ചികിത്സകൾക്കൊടുവിൽ ഡോക്ടർമാർ പറഞ്ഞു, അർജുൻ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുകയാണ്. ഇനി അവന് ഒരിക്കൽ പോലും എഴുന്നേൽക്കുവാൻ സാധിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ദിയയുടെ മനസ്സിലെ സന്തോഷമെല്ലാം പോയി. അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് അർജുനെയും കൊണ്ടുപോയി. എന്നാൽ ദിയയുടെ മനസ്സിൽ അർജുനോട് ഇപ്പോൾ ഒരു അല്പം പോലും സ്നേഹമുണ്ടായിരുന്നില്ല. അർജുൻ അവൾക്ക് ഭാരമായി മാത്രം കണ്ടു അർജുനെ അവൾ. ഒരു ദിവസം അവൾ അർജുനോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇനി നോക്കുവാൻ താല്പര്യമില്ല. നിന്നെ നോക്കി ഞാൻ ഇവിടെ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ പോകും. അതുകൊണ്ട് തന്നെ ഞാൻ നഗരത്തിലേക്ക് പോകുകയാണ്. അവിടെ എത്തി നിനക്ക് ഞാൻ ഡൈവേഴ്സ് നോട്ടീസ് അയക്കും. എനിക്ക് എങ്ങനെയെങ്കിലും നിന്നിൽ നിന്ന് ഡൈവേഴ്സ് വേണം എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അർജുൻ ഉറക്കെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. പിറ്റേ ദിവസം വീട്ടുവേലക്കാരി വന്ന് ആ വീട് വൃത്തിയാക്കുന്ന സമയത്താണ് ചെറിയൊരു ഡയറി വീട്ടുവേലക്കാരുടെ കയ്യിൽ കിട്ടിയത്. ആ ഡയറി അർജുൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. എന്നാൽ അത് ലക്ഷ്മിയമ്മയുടെ ഡയറിയായിരുന്നു. അർജുൻ ആ ഡയറി എടുത്ത് വായിച്ചപ്പോൾ അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. ദിയ ചെയ്ത ഓരോ ക്രൂരപ്രവൃത്തിയും ലക്ഷ്മിയമ്മ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മയെക്കുറിച്ച് ആലോചിച്ച് അർജുൻ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. താൻ ചെയ്തത് ഇത്രയും വലിയ തെറ്റായി പോയല്ലോ എന്ന് അവൻ മനസ്സിലാലോചിച്ചു. അമ്മയെ ഒരു നോക്ക് പോലും അന്വേഷിക്കുവാൻ പോകുവാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇതേ സമയം അവിടേക്ക് മറ്റൊരു യുവാവ് കടന്നു വരുന്നു. ആ യുവാവ് അർജുനോട് പറയുന്നു, നിന്റെ അമ്മ അന്ന് രാത്രി നീ ഇറക്കി വിട്ടപ്പോൾ റോട്ടിലൂടെ കരഞ്ഞുകൊണ്ടു പോകുന്ന നിന്റെ അമ്മയെ ഞാനാണ് കണ്ടത്. വിവരങ്ങളെല്ലാം ചോദിച്ചപ്പോൾ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു.
ഓർക്കെ അവിടെ നിന്ന് നിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞു. നിൻ്റെ അമ്മയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിന്നെ ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹം നിൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ നീ അമ്മയെ വെറുത്തത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് നിൻ്റെ അടുത്തേക്ക് വരുവാൻ പേടിയായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പോൾ തന്നെ കാണണം. ഞാൻ ചെയ്തതിനെല്ലാം അമ്മയുടെ കാലിൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കണം. എനിക്കതിനുള്ള ശിക്ഷയൊക്കെ കിട്ടി. ഉടനടി ആ യുവാവ് പറഞ്ഞു, നിൻ്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഇല്ല. മരിക്കുന്നതിനേക്കാൾ മുൻപ് നിന്നെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് പോലും നിൻ്റെ അമ്മയ്ക്ക് സാധിച്ചില്ല. നിന്നെ ചൊല്ലിയാണ് നിൻ്റെ അമ്മ ഒടുവിൽ കണ്ണടച്ചത്. ഇത് കേട്ടപ്പോൾ അർജുന് ഒരു നിമിഷം ലോകം പോലും ആകുന്നത് പോലെ തോന്നി. അവൻ ഉറക്കെ അലമുറയിട്ട് അവിടെയിരുന്ന് പൊട്ടിക്കരഞ്ഞു. യുവാവ് ഒന്നും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. താൻ ചെയ്ത തെറ്റുകളെ ആലോചിച്ച് അവൻ അവിടെയിരുന്ന് ഉറക്കെ കരഞ്ഞു. പിന്നീട് അവൻ്റെ മാനസിക നില തെറ്റി. ആ വീട്ടിൽ അമ്മയെ അമ്മ അമ്മ എന്ന് മാത്രം അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു മാനസിക നില പറ്റിയ ആളെപ്പോലെയായി അവൻ.